ഫ്രണ്ട്സ്, വെൽക്കം ടു സീതു സോൾട്ട് ആൻഡ് പെപ്പർ. നമുക്കിന്നിവിടെ ഒരു അടിപൊളി മാക്രോണിയുടെ റെസിപ്പിയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കുന്നത്. ഞാനിവിടെ ഒരു പോട്ട് അടുപ്പിൽ വെച്ച് അതിൻ്റെ അകത്ത് ഒരു അത്യാവശ്യം വെള്ളം തിളപ്പിച്ചെടുക്കുന്നു. തിളച്ചതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് മാക്രോണി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. 2 തൊട്ട് ഒരു 4 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. വെന്ത് പൊട്ടി പോവാതെ നോക്കണം. അതിനു വേണ്ടി നമ്മളിത് ഇടയ്ക്ക് തുറന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ ഇതൊരു തമ്മിലൊട്ടി പോകുന്ന ഒരു ടെൻഡൻസി ഇതിനുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തിരി ഓയിലും കൂടി ചേർത്ത് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇത് അത്യാവശ്യം വെന്തതിന് ശേഷം നമുക്കിത് ഒരു 80% വെന്താൽ മതി. അതിന് ശേഷം നമുക്കിതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോഴും നമ്മൾ ഒരു കുറച്ച് ഓയിൽ ഇതിനകത്തേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇനി ഞാനൊരു പോട്ട് അടുപ്പിൽ വെച്ച് ഞാൻ അതിലേക്ക് ആവശ്യമായ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി കുഞ്ഞതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്കിത് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കുഞ്ഞ് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് വാടി, ഒരുപാട് വെന്ത് ഇതായി പോകണ്ട, ഒന്ന് വാടി കളറ് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ആൻഡ് റെഡ്, ഇതും കൂടി ഞാനത് കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്സിക്കം കളേഴ്സൊക്കെ ചേർക്കുന്നത്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു പകുതിയൊക്കെ വെന്താൽ മതി. ഫുള്ള് വാടി അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിപ്പോവും. അതുകൊണ്ട് നമുക്കിതിനകത്തേക്ക് ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് മാക്രോണിയിൽ ചേർത്തിട്ടുണ്ട്. സോ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതിനകത്തേക്കും ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്കിതിനകത്തേക്ക് ഇതിന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൗഡർ, കുറച്ച് ഗരം മസാല പൗഡർ, കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് അത്യാവശ്യം വാടി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു കുറച്ച് വെള്ളം കൂടി യോജിപ്പിച്ച് വേണം നമുക്കിതിനി വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മാക്രോണി ഇതിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഡ്രൈ ആകാതിരിക്കാനാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നത്. നമ്മുടെ മാക്രോണി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റും കൂടി ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.